നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും. ഇന്നലെ 5 ജവാന്മാരാണ് ജമ്മുവിൽ വീരമൃത്യു വരിച്ചത് ഭീകരരുടെ ആക്രമണമേറ്റ്. അല്ലേ, നമുക്കവർക്ക് പ്രണാമം അർപ്പിക്കാം. നമ്മൾ ജവാന്മാരെ എന്നും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നമുക്ക് കാണാൻ പറ്റുമല്ലേ. അത്രത്തോളം അവർ നമുക്ക് വേണ്ടിയാണ് അവിടെ ബോർഡറിൽ പോയിട്ട് മഞ്ഞും മഴയും വകവെക്കാതെ ജീവിക്കുന്നത്. നമ്മളിവിടെ സമാധാനമായിട്ട് ഉറങ്ങുന്നത് തന്നെ അവരവിടെ ഉള്ളത് കൊണ്ടാണ്. അല്ലേ, ഇവിടെ കുടുംബവും കുട്ടികളെയും നാട്ടിൽ നിർത്തിയാണ് അവരവിടെ പോയിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ജവാനെയും ഓരോ പട്ടാളക്കാരെയും നമ്മൾ കാണേണ്ടത് ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും തന്നെ ആയിരിക്കണം. എന്നുവെച്ചാൽ മിലിറ്ററി ആയിരുന്നു. അപ്പം അച്ഛൻ ലീവ് കഴിഞ്ഞ് അങ്ങ് പോകുമ്പോൾ അമ്മ കണ്ണീരോടുള്ള അമ്മയുടെ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഓരോ കുടുംബത്തെ ഇവിടെ നിർത്തിയാണ് അവർ പോകുന്നത്. അല്ലേ, ബോർഡറിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി അവരവിടെ പോയി കഷ്ടപ്പെടുകയാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ യൂണിഫോം ഇട്ട ജവാന്മാരിങ്ങനെ ട്രെയിനിൽ പോകാൻ നിൽക്കുമ്പോൾ എനിക്ക് അവരെ ബഹുമാനത്തോടെ അല്ലാതെ കാണാൻ പറ്റില്ല, സ്നേഹത്തോടെ അല്ലാതെ. ഓരോ ജവാനെയും നമ്മൾ രാജ്യത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവരെ നമ്മൾ സ്നേഹിച്ചു പോവും, ആ ജവാന്മാരെയും നമ്മൾ ബഹുമാനിച്ചു പോവും. അത്രത്തോളം അവരെ കണ്ട സല്യൂട്ട് ചെയ്യേണ്ടവരാണ് നമ്മൾ ശരിക്ക്. അവരെവിടെയെങ്കിലും വെച്ചാൽ അത്രത്തോളം നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് അവർ, അല്ലേ, ജവാന്മാർ. അതുപോലെ തന്നെ കർഷകരും, അല്ലേ, കർഷകരെ നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്. മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ എനിക്ക് ഹൃദ്യമായി തോന്നിയത്, കർഷകർ ചേറിൽ കാലുകുത്തുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ചോറ് കഴിക്കുന്നത്. എന്ത് മനോഹരമായ വാക്കുകളാണതല്ലേ. കർഷകൻ ചേറിൽ നിൽക്കുന്നുകൊണ്ടാണ് നമ്മളിവിടെ ചോറ് കഴിക്കുന്നത്. എന്തൊരു ഹൃദ്യമായ വാക്കുകളാണെന്നത്, അല്ലേ. മമ്മൂട്ടിയുടെ വളരെ മനോഹരമായ വാക്കുകളാണത്. അതുകൊണ്ട് തന്നെ കർഷകരും നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ് കർഷകർ, അല്ലേ. അവരധ്വാനിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമ്മൾ അന്നം കഴിക്കണമെങ്കിൽ അവർ തന്നെ വേണം, അല്ലേ, കർഷകർ വേണ്ടേ? തീർച്ചയായിട്ടും കർഷകർ തന്നെ വേണം. അതുകൊണ്ട് തന്നെ നമ്മളെന്നും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത് ഈ ജവാന്മാരെയും കർഷകരെയാണ്. അവരെ രണ്ടുപേരെയും നമ്മൾ നെഞ്ചിലേറ്റി വേണം ജീവിക്കാൻ. അവരത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ടവരാണ്, അല്ലേ. നമ്മൾ കണ്ടില്ലേ ആ മുദ്രാവാക്യം, നമുക്ക് ഓർമ്മയില്ലേ? ജയ് ജവാൻ ജയ് കിസാൻ വാ, അല്ലേ. നമ്മുടെ മനസ്സിൽ അങ്ങനെയായിരിക്കണം വാക്കുകൾ, നമ്മളെ മനസ്സിലേറ്റി നടക്കണം എന്നും എപ്പോഴും, അല്ലേ. ഓക്കെ, താങ്ക് യു.